रुचि है साधु संघ की। എനിക്ക് കാണാൻ സാധിക്കുന്നു നിങ്ങളിൽ എല്ലാവർക്കും സാധു സംഘത്തിൽ വളരെ രുചിയുണ്ട്. आप सब कोचीन से कौन कौन आया है अभी? കൊച്ചിയിൽ നിന്ന് വന്നവർ കൈ ഉയർത്തുക. मैंने सुना कि नया केंद्र खुला है कोचीन में, ഞാൻ കേട്ടു കൊച്ചിയിൽ പുതിയൊരു സെന്റർ ആരംഭിച്ചിരിക്കുന്നു. जिसके इंचार्ज हैं उन्हें ഗോപാൽ ഗൗർ ഗുരുദാസ്. जिसके इंचार्ज है गोपाल गौर गुरुदास. He's in charge there. He's in charge. And how many people are from the local center, your center? Or I forgot your name. Satyamita Das. इनके सेंटर से कौन कौन हो? सत्यमेव प्रभु त्रिशूल. मैं देख सकता हूँ कि आप भक्तों में बड़ी इच्छा है कि आपको साधु संग मिले. നിങ്ങൾക്ക് എല്ലാവർക്കും സാധു സംഘം ലഭിക്കണമെന്നുള്ള അതി ആകാംക്ഷയുണ്ടെന്ന് എനിക്ക് കാണാൻ സാധിക്കുന്നു. आप यहाँ देखते हो हर कोने में एक बड़ा चर्च है. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു ഏതൊരു മുക്കിലും മൂലയിലും വലിയൊരു പള്ളിയുണ്ട്. कल मैं गया था एक भक्त के घर में विशाल त्रिशूल 20 बड़े 20 വലിയ ചർച്ചസ് പള്ളികൾ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. और एक पुराना मंदिर. അതിനിടയ്ക്ക് ഒരു ചെറിയ പഴയ ക്ഷേത്രം. तो साधु संघ के बगैर आप लोग आगे नहीं बढ़. അതുകൊണ്ട് സാധു സംഘം ഇല്ലാതെ നമുക്ക് नामाधिक कार्यक्रम होते हैं, घरों में प्रोग्राम होते हैं, उसका लाभ उठाओ. आपके तो जो सेंटर हैं कोचीन में और इधर, उनको आप सब उत्साह से सहयोग दीजिएगा कि एक सेंटर आगे प्रचार को बढ़ा सकें. അപ്പോൾ നിങ്ങൾ എവിടെയുണ്ടോ തൃശ്ശൂരിലോ കൊച്ചിയിലോ അവിടെയുള്ള സെന്ററിൽ അതിന്റെ പ്രവർത്തനങ്ങളിൽ ഉത്സാഹത്തോടെ പങ്കെടുക്കുക. അത് ഒരു सैफरन कपड़े पहनकर कोई साधु बन जाता है. ഒരു കാവ്യ വസ്ത്രം അണിഞ്ഞതുകൊണ്ട് മാത്രം ഒരാൾ സാധുവാകുന്നു. साधु व्यक्ति बनता है आचरण के द्वारा. ഒരു സാധു ആചരണം വഴിയാണ് അദ്ദേഹം സാധുവാകുന്നത്. आधारित होना चाहिए. അദ്ദേഹം ഭഗവാനിലും ശാസ്ത്രത്തിലും ഊന്നി നിൽക്കണം. और इस्कॉन संस्था में हम उसे कहते हैं साधु 16 वाला का जाप करता है, नियम का पालन करता है इत्यादि. നമ്മുടെ അന്താരാഷ്ട്ര കൃഷ്ണാബോധ സമിതിയിലെ 16 മാല നിത്യവും ജപിക്കുന്നവരെയും യമനിയമങ്ങൾ പാലിക്കുന്നവരെയുമാണ് സാധു എന്ന് പറയുന്നത്. साधु संग होगे तो आपको असली संदेश मिलेगा. നമ്മൾ സാധു സംഘത്തിൽ ഇരിക്കുന്നിടത്തോളം നിർദ്ദേശം ലഭിക്കും. न्यूयॉर्क पहुंचे, कैसे स्वामी जी आप ये जो शिक्षा दे रहे हो ये दोगे तो कोई स्वीकार नहीं करेगा. ശില പ്രഭുപാദ് അമേരിക്കയിലേക്ക് പോയ സമയത്ത്, ന്യൂയോർക്കിൽ പോയ സമയത്ത് അവിടെയുള്ള ജനങ്ങൾ പറയുന്നുണ്ടായിരുന്നു, ചില ആൾക്കാർ പറഞ്ഞു, जैसा मॉडर्न बन जाओ. ഞങ്ങളെ പോലെ താങ്കളും കുറച്ച് ആധുനികനായിട്ട് മാറുക. प्रभुपाद ने बिल्कुल कॉम्प्रोमाइज नहीं किया. പ്രഭുപാദ് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്തില്ല. तो जो असली साधु है ज्ञान देता है. ശാസ്ത്രത്തിൽ ആധാരിതമായിട്ടുള്ള ജ്ഞാനം നൽകുന്ന വ്യക്തിയാണ് യഥാർത്ഥ സാധു. सुखदेव गोस्वामी से പരീക്ഷിത് മഹാരാജാവ് സുഖദേവ് ഗോസ്വാമിയോട് ചോദിക്കുകയുണ്ടായി, കലിയുഗത്തിലെ ജനങ്ങളെ എങ്ങനെ ഉദ്ധരിക്കാം? क्योंकि जो वैष्णव भक्त है वो चाहते हैं लोगों को असली सुख मिले. കർമ്മമാരുടെ യഥാർത്ഥ ആഗ്രഹമാണ് എല്ലാ ജനങ്ങൾക്കും യഥാർത്ഥ സുഖം ലഭ്യമാകണം. तो सुखदेव गोस्वामी ने कलयुग में दोष ही दोष है, एक गुण है क्या? कृष्ण का कीर्तन. അപ്പോൾ സുഖദേവ് ഗോസ്വാമി മറുപടിയായി പറഞ്ഞു, കലിയുഗത്തിൽ ദോഷങ്ങൾ മാത്രമേ ഉള്ളൂ, എന്നാൽ അതിൽ ഒരു നല്ല ഗുണം കൃഷ്ണന്റെ കീർത്തനം. हरे नाम हरे नाम एव केवलम खलो नस्ते व नस्ते व नस्ते एव गति. कलियुग में
ये एक साधन है। हरि का नाम, हरि का नाम, हरि का नाम। അതുകൊണ്ട് കലിയുഗത്തിൽ ഹരിയുടെ നാമം, ഹരിയുടെ നാമം, ഹരിയുടെ നാമം ഇതല്ലാതെ വേറൊന്നുമില്ല. चैतन्य महाप्रभु की भविष्यवाणी थी कि विश्व के हर कोने में एक दिन यह हरि नाम पहुंचेगा. ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രവചനമായിരുന്നു ഈ വിശ്വത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ഈ ഹരിനാമം ചെന്നെത്തും. हमारे जो आचार्य हैं ठाकुर भक्ति रोध भक्ति सिद्धांत जी, उन्हें भी पूरा विश्वास था कि एक दिन यह हरि नाम पहुंचेगा विश्व के हर कोने में. ഈ വിശ്വത്തിന്റെ എല്ലാ ഭാഗത്തും ഹരിനാമം എത്തും എന്നുള്ളതിൽ നമ്മുടെ ആചാര്യന്മാരായിട്ടുള്ള ഭക്തി വിനോദ് ഠാക്കൂർ, ഭക്തി സിദ്ധാന്ത സരസ്വതി അവർക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. जब भक्ति सिद्धांत जी पापा से मिले पहली बार, उन्होंने उनको देखते ही पहचान लिया. ശില പ്രഭുപാദിനെ ആദ്യമായിട്ട് ഭക്തി സിദ്ധാന്ത സരസ്വതി കണ്ട ആ നിമിഷത്തിൽ തന്നെ അദ്ദേഹത്തിന് ബോധ്യമായി ചൈതന്യ മഹാപ്രഭുവിന്റെ സന്ദേശം ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്ന ആ വ്യക്തി ഇദ്ദേഹമാണ്. So बोला कि भारत लौट आए थे. പല സന്യാസി ശിഷ്യന്മാരെയും അദ്ദേഹം പ്രചാരത്തിനായിട്ട് അയച്ചിരുന്നു. വിദേശത്ത് പല സ്ഥലങ്ങളിൽ പോയിട്ട് അവർ തിരിച്ചു വന്നു. So प्रभुपाद को उन्होंने क्या आदेश दिया, तो पढ़े लिखे युवक हो, ले जाओ महाप्रभु के संदेश को पश्चिम देशों में. അപ്പോൾ പ്രഭുപാദൻ കണ്ടപ്പോൾ തന്നെ ഭക്തി സിദ്ധാന്ത സരസ്വതി പറഞ്ഞു, നിങ്ങൾ യുവാക്കളാണ്, നിങ്ങൾ ചൈതന്യ മഹാപ്രഭുവിന്റെ സന്ദേശം ഇത് പാശ്ചാത്യ ദേശങ്ങളിലേക്ക് കൊണ്ടുപോകുക. कली का नाम रूपा कृष्ण अवतार. इस कलियुग में भगवान अवतारित होते हैं उनके दिव्य नामों के द्वारा. ഈ കലിയുഗത്തില് തന്റെ ദിവ്യ നാമങ്ങളുടെ രൂപത്തിലാണ് ഭഗവാൻ അവതരിക്കുന്നത്. കൃഷ്ണൻ सारे शास्त्र में लिखा है कि भगवान के नामों का उच्चारण करो. എല്ലാ ശാസ്ത്രങ്ങളും പറയുന്നുണ്ട് ഭഗവാന്റെ നാമം ഉച്ചാരണം ചെയ്യണം. बाइबल में भी कहा गया है thou shalt always chant the name of the Lord. तो हमेशा भगवान का नाम लो. ബൈബിളിലും പറയുന്നുണ്ട് എപ്പോഴും ഭഗവാന്റെ നാമം ജപിക്കണമെന്ന്. तो ये हरि नाम का उच्चारण बहुत ही महत्वपूर्ण है. ഈ ഹരിനാമത്തിന്റെ ഉച്ചാരണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. और हम सबका प्रयास होना चाहिए कि हम ध्यान से नियमित रूप से रोज हरि नाम का उच्चारण करें. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഒരു പരിശ്രമമായിരിക്കണം വളരെ ശ്രദ്ധയോടെ നിയമിതമായ രൂപത്തിൽ ഹരിനാമം ജപിക്കുക. भगवान ने अपने नामों में पूरी शक्ति डाली है. वे नामों में भगवान में कोई अंतर नहीं. ഭഗവാൻ അദ്ദേഹത്തിന്റെ നാമങ്ങളിൽ പൂർണ്ണമായിട്ടുള്ള അദ്ദേഹത്തിന്റെ എല്ലാ ശക്തികളും നിക്ഷേപിച്ചിട്ടുണ്ട്. നാമവും ഭഗവാനും തമ്മിൽ ഒരു അന്തരവുമില്ല. कई बार लोग पूछते हैं तो एक ही नाम का नाम जाप लेते हो, थकते नहीं? പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ഈ നാമം ജപിക്കുമ്പോൾ തളരാറില്ല? नहीं थकते. क्यों? ये भगवान തളർച്ചയില്ലാത്തത് भगवान के नामों से अभिन्न है. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഭഗവാനും നാമവും തമ്മിൽ വ്യത്യാസമില്ലാത്തത്. तो आप सबका सबसे महत्वपूर्ण सेवा है रोज माला का जाप. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട സേവനം എന്ന് വെച്ചാൽ ദിവസവും മാല ജപം. अन्य दीक्षा जय बेटा स्वामी या किसी से भी लिए हो, सब भक्तों के लिए सबसे महत्वपूर्ण सेवा है हरि नाम का जाप. ദീക്ഷ എടുത്തവരാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് ഹരിനാമ ജപമാണ് ചെയ്യുന്നത്. और क्या लाभ होता है जाप करने से? ഈ ജപം ജപിക്കുന്നത് കൊണ്ട് എന്താണ് ലാഭം ഉണ്ടാകുന്നത്? महाप्रभु ने कहा चेत दर्पण मार्जन. भगवान के नामों के उच्चारण का एक लाभ यह है कि हमारे हृदय में जो भौतिक आकर्षण है वो कमजोर होते जाएगा. ചൈതന്യ മഹാപ്രഭു പറയുന്നു, നാമജപത്തിന്റെ ഒരു ലാഭം എന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയത്തിലുള്ള ഭൗതികമായിട്ടുള്ള ആകർഷണങ്ങൾ അത് ക്രമേണ അതിന്റെ ശക്തി കുറയും. ये है आध्यात्मिक लाभ. ഇതാണ് ആധ്യാത്മികമായിട്ടുള്ള ലാഭം. तो हरि नाम का जाप हम सबकी सबसे पहली जिम्मेदारी है.
നമ്മുടെ ഏറ്റവും ആദ്യത്തെ ഉത്തരവാദിത്വം ഈ ഹരിനാമ ജപമാണ്. चाहे आप किसी भी आश्रम में हो, ये हरिनाम का जाप सबसे महत्वपूर्ण सेवा है. നമ്മൾ ഏത് ആശ്രമത്തിൽ സ്ഥിതരായിരുന്നാലും ശരി, നമ്മുടെ ആദ്യത്തെ കടമ ഈ ഹരിനാമ ജപമാണ്. फिर आगे महाप्रभु ने कहा गीता भगवत का अध्ययन. അതിനുശേഷം മഹാപ്രഭു പറഞ്ഞു ഗീത ഭാഗവതത്തിന്റെ അധ്യയനം. शास्त्रों का अध्ययन बहुत महत्वपूर्ण है. ശാസ്ത്രങ്ങൾ അധ്യയനം ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. गीता लाओगे मेरे कमरे से मलयालम गीत, मलयालम गीता है, उर्दू गीता इधर है. ओके 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 ठीक है. तो गीता पढ़ो और भागवतम पढ़ो. गीता വായിക്കുക, ശ്രീമദ് ഭാഗവതം വായിക്കുക. गीता में क्या है? भगवान की वाणी, भगवान का आदेश हम सब के लिए. ഗീതയിൽ എന്താണുള്ളത്? ഭഗവാന്റെ വാണി, ഭഗവാന്റെ നിർദ്ദേശം നമുക്ക് എല്ലാവർക്കും വേണ്ടി. ये सनातन संदेश है. ഇത് സനാതനമായിട്ടുള്ള സന്ദേശമാണ്. इधर आप में कितने भक्तों ने गीता पढ़ रहा है एक बार कम से कम? കുറഞ്ഞ പക്ഷം ഒരു പ്രാവശ്യം ഭഗവത്ഗീത വായിച്ചിട്ടുള്ള ഭക്തന്മാരെ കൈ ഉയർത്തുക. वेरी गुड. जैसे आप जानते हो केरला में पूरा इंडिया में सबसे हाईएस्ट लिटरेसी रेट है. നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളം എന്ന് വെച്ചാൽ ഭാരതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം. है ना? 98%. What is the literacy? आपका लिटरेसी रेट 98% है केरला में. കേരളത്തില് 98% സാക്ഷരത. सब में पढ़ने की योग्यता है. അതുകൊണ്ട് എല്ലാവർക്കും ഇത് വായിക്കാനുള്ള യോഗ്യതയുണ്ട്. कई जगह लोग कहते हैं हम तो पढ़ना नहीं जानते, क्या करें? ചില സ്ഥലങ്ങളിൽ ആൾക്കാർ പറയാൻ എഴുതാനും വായിക്കാനും അറിയില്ല, എന്ത് ചെയ്യാം. आपके केरला में लिटरेसी रेट पूरे इंडिया में सबसे ऊंचा है. എന്നാൽ കേരളത്തിൽ മറ്റെല്ലാ സ്ഥലങ്ങളും അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ സാക്ഷരതയുണ്ട്. रोज गीता पढ़ो. അതുകൊണ്ട് എന്നും ഗീത വായിക്കുക. गीता में है भगवान की वाणी. गीता में है भगवान की वाणी. ഗീതയിൽ ഭഗവാന്റെ വാണിയുണ്ട്. हाँ. और गीता का संदेश किसके लिए है? हम सब के लिए. ഈ ഗീതയുടെ നിർദ്ദേശം ആർക്ക് വേണ്ടിയാണ്? നമുക്ക് എല്ലാവർക്കും വേണ്ടി. कई बार हमें लगता है ये हमारे लिए नहीं है. अर्जुन ने जो प्रश्न पूछे वो प्रश्न आप पर हम पूछते हैं. ചിലപ്പോ നമ്മൾ വിചാരിക്കും ഈ ഭഗവത്ഗീത നമുക്ക് വേണ്ടി അല്ലെന്ന് വിചാരിക്കും. പക്ഷെ അർജുനൻ ചോദിച്ച ചോദ്യങ്ങൾ നമുക്ക് വേണ്ടിയായിരുന്നു. उसको गीता पढ़ो. गीता पढ़ने से आपका मन स्थिर हो जाएगा. ഗീത പാരായണം ചെയ്യുക. ഗീത പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സ് സ്ഥിരത പ്രാപിക്കും. निराशा से आप बच पाओगे. നിരാശയിൽ നിന്ന് രക്ഷപ്പെടാം. बेचैनी से बच पाओगे. അശാന്തതയിൽ നിന്ന് രക്ഷപ്പെടാം. और गीता के द्वारा क्या है हमारा कर्तव्य वो समझ में आएगा. ഗീത വഴി നമ്മുടെ യഥാർത്ഥ കർത്തവ്യം എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാം. अर्जुन ने दूसरे अध्याय में कहा मुझे ज्ञान दो, मुझे पता नहीं क्या कर्तव्य होना चाहिए. രണ്ടാമത്തെ അധ്യായത്തിൽ അർജുനൻ പറയുന്നുണ്ട്, എനിക്ക് ജ്ഞാനം തരൂ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. भगवान ने उपदेश दिया. ഭഗവാൻ ഉപദേശിച്ചു. 18वें अध्याय में भगवान ने पूछा अर्जुन तुम्हारी अज्ञानता क्या दूर हो गई है? അത് കഴിഞ്ഞിട്ട് 18-ാം അധ്യായത്തിൽ ഭഗവാൻ ചോദിച്ചു, അർജുന തങ്ങളുടെ അജ്ഞാനത മാറിയോ, അജ്ഞത മാറിയോ? अर्जुन ने कहा हाँ, अभी मैंने ध्यान से सुना है आपका संदेश. അർജുനൻ പറഞ്ഞു, അതെ, അങ്ങയുടെ സന്ദേശം ഞാൻ ശ്രദ്ധയോടെ കേട്ടു. मैंने कहा करो जैसे ठीक लगे. അപ്പോ പറഞ്ഞു, എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്യുക. और भगवतम भी पढ़ो. അപ്പൊ ഭഗവത്ഗീത വായിക്കുക, ഭഗവത്ഗീത വായിക്കുക, പിന്നെ ഭാഗവതവും വായിക്കുക. और प्रचार भी करो. അതുകൂടാതെ പ്രചാരം ചെയ്യുക. हमारे दिल्ली से मधुसुंदर उनकी सेना आई है इधर. നമ്മുടെ ദില്ലിയിൽ നിന്ന് മധുസുന്ദർ പ്രഭു അദ്ദേഹത്തിന്റെ സേനയെ കൂട്ടി വന്നിട്ടുണ്ട്. ये लोग पूरा साल जाते हैं बुक डिस्ट्रीब्यूशन के लिए. ഇവർ വർഷം മുഴുവനും പുസ്തക വിതരണത്തിനായിട്ട് പോകുന്നുണ്ട്. Hari
मेरा तो शहर का लौटने का समय आ गया, तो ये लोग किताबें बांटते हैं। അപ്പൊ ഇവർ പുസ്തക വിതരണം ചെയ്യുന്നു. आप लोगों को रास्ते में क्या कहते हो? इनको ट्रेनिंग मिल जाए, ये भी करें। क्या कहते हो? बोलो। हाँ, अमलम सेवा 200 मंदिर का सेवा 200 रुपया. भगवगीता लेके जाओ, ये 200 रुपये की सेवा है मंदिर के लिए। लोग करते हैं। हाँ, दिन में कितनी गीता बांटते हैं वो लोग? 200 दिन में 200-300 गीता बांटते हैं। तो भगवान कहते हैं जो मेरा प्रचार करता है उससे ज्यादा प्रिय न कोई होएगा न हुआ है। ഇവർ ദിവസവും 200-300ഓളം ഭഗവത്ഗീതയാണ് വിതരണം ചെയ്യുന്നത്. ഭഗവാൻ പറയുന്നു, എന്റെ സന്ദേശം ആര് പ്രചാരം ചെയ്യുന്നു അതിനെക്കാട്ടിലും കൂടുതൽ പ്രിയനായിട്ട് ആരുമില്ല. गीता बोलो, आप लोग डिस्ट्रीब्यूट किया करो। അതുകൊണ്ട് ഭഗവത്ഗീത വായിക്കുക, പിന്നെ നമ്മളെല്ലാവരും അത് വിതരണവും ചെയ്യുക. हम इतवार के दिन ദിവസങ്ങളിൽ എല്ലാവരും ചേർന്ന് പോവുകയും ചെയ്യാം. बाकी समय तो आपको जॉब करना है, संडे इज हॉलीडे। മറ്റു ദിവസങ്ങളിൽ പണിയിൽ ജോലിക്ക് പോണെങ്കിലും ഞായറാഴ്ച അവധിയാണല്ലോ. तो प्रचार करो। പ്രചാരം ചെയ്യുക. अब आप में से कोई भक्त बुक डिस्ट्रीब्यूशन ആരെങ്കിലും പുസ്തക വിതരണത്തിനായിട്ട് എപ്പോഴെങ്കിലും कौन कौन जाते हैं? वेरी गुड। भगवान देखते हैं ये भक्त मेरे संदेश को आगे पहुंचाने के लिए इतना प्रयास कर रहा है। അങ്ങനെ നമ്മൾ പുസ്തക വിതരണത്തിൽ പോകുമ്പോൾ ഭഗവാൻ നോക്കും, ഈ ഭക്തൻ എന്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും പ്രയാസപ്പെടുന്നു. तो आप सबको प्रयास करना चाहिए इस महत्वपूर्ण सेवा में जुड़ने के लिए। ഈ മഹത്വപൂർണമായ സേവയിൽ പങ്കെടുക്കാനായിട്ട് എല്ലാവരും പ്രയാസപ്പെടണം. भगवान ने कहा ना, प्रभुपाद ने भी कहा, अगर तुम्हें प्रसन्न करना चाहते हो ग्रंथों को बांटो। ശില പ്രഭുപാദ് പറയുന്നുണ്ട്, എന്നെ പ്രീതിപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ ഇത് വിതരണം ചെയ്യണം. कई बार हम बुक डिस्ट्रीब्यूशन में जाते हैं और ज़्यादा किताबें नहीं बिकती, तो हम डिस्करेज हो जाते हैं। പലപ്പോഴും നമ്മൾ പുസ്തക വിതരണത്തിന് പോകുമ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ വിതരണം ചെയ്യപ്പെട്ടില്ലെങ്കിൽ നമ്മൾ നിരാശരാകും. और कुछ डिस्करेज होने की जरूरत नहीं। പക്ഷെ അങ്ങനെ निराशപ്പെടേണ്ട ഒരു കാര്യവുമില്ല. भगवान देखते हैं ഉള്ളൂ എത്ര നേരം ആ ഭക്തൻ പ്രചാരത്തിൽ ഏർപ്പെട്ടു. तो आप 6 घंटे गए, 1-2 गीता बांटी तो भी चिंता नहीं, भगवान आपको 6 घंटे का क्रेडिट देंगे। അപ്പോ 6 മണിക്കൂർ പുസ്തക വിതരണത്തിന് പോയി 1-2 പുസ്തകങ്ങളെ പോയുള്ളതിന് വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ്. तो गीता पढ़ो और गीता को बांटो। അതുകൊണ്ട് ഗീത വായിക്കുക, ഗീത വിതരണം ചെയ്യുക. मेरे ख्याल से चैतन्य चतुर्वेद को छोड़कर सब किताबों का अनुवाद हो गया है मलयालम भाषा में। മലയാളം ഭാഷയിൽ ചൈതന്യ ചരിതാമൃതം ഒഴിച്ച് ബാക്കി എല്ലാ പുസ്തകങ്ങളും മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. तो बुक डिस्ट्रीब्यूशन भी करो। അതുകൊണ്ട് പുസ്തക വിതരണവും ചെയ്യുക. और भागवत में उदाहरण है, एक अंधा व्यक्ति एक बुद्धिमान व्यक्ति जब देखता है कि अंधा व्यक्ति गलत रास्ते में चल रहा है, उसके हाथ को पकड़कर सीधे रास्ते में जोड़ देता है। ശ്രീമദ് ഭാഗവതത്തിൽ ഉദാഹരണമുണ്ട്. ഒരു അന്ധനായിട്ടുള്ള വ്യക്തി പിന്നെ ഒരു ബുദ്ധിമാനായിട്ടുള്ള വ്യക്തി. ആ അന്ധനായ വ്യക്തി തെറ്റായ വഴിയിലേക്ക് പോകുന്നു എന്ന് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് അദ്ദേഹത്തെ നേർവഴിയിലേക്ക് കൊണ്ടുവരുന്നു. आज लोग अंधे हैं, എല്ലാ വ്യക്തികളും അന്ധന്മാരാണ്. उनको ज्ञान देना है। അവർക്ക് അറിവ് നൽകണം. आप सब इस सेवा में जुड़िए। അതുകൊണ്ട് എല്ലാവരും ഈ സേവനത്തിൽ പങ്കെടുക്കുക. आगे महाप्रभु ने कहा, भगवान के आचार्य विग्रह की पूजा श्रद्धा से करो। അതിനുശേഷം श्रद्धा और आदर। മഹാപ്രഭു പറഞ്ഞു, ഭഗവാന്റെ ശ്രീ വിഗ്രഹത്തിനെ ശ്രദ്ധയോടെയും ആദരവോടെയും സേവനം ചെയ്യുക. भगवान अपने आचार्य विग्रह रूप में प्रकट करते हैं अपने आप को, ഭഗവാൻ സ്വയം അർച്ച വിഗ്രഹത്തിന്റെ രൂപത്തിൽ പ്രകടനാകുന്നു. और इस आचार्य विग्रह भगवान में
कोई अंतर नहीं। ഈ അർച്ചവിഗ്രഹവും ഭഗവാനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. आप लोग गुरुवायूर मंदिर गए होगे। എല്ലാവരും ഗുരുവായൂർ ദർശിച്ചിട്ടുണ്ടാവും. हाँ। तो इस प्रकार जहाँ हो वहाँ रहते हुए आप जीवन के लक्ष्य को प्राप्त कर सकते हो। അപ്പോൾ എവിടെ ഭഗവാൻ ഉണ്ടോ അതിനെ ആരാധിച്ച് നമുക്ക് ജീവിത ലക്ഷ്യം പ്രാപിക്കാം. हरे कृष्ण। मैं 3-4 क्वेश्चन दे दूंगा। हाँ yeah. Hare Krishna Maharaj. All glories to Srila Prabhupada. How to overcome past conditioning and bad habits that have haunted a person, Okay. and the stumbling blocks on the path of devotional service. Translate. ചോദ്യം എന്താണെന്ന് വെച്ചാൽ പഴയ സ്വഭാവങ്ങള് വാസനകള് പഴയ ദുസ്വഭാവങ്ങളെ മാറ്റി അതായത് ഭക്തിയുടെ പാതയിൽ വഴി തടസ്സങ്ങളാകുന്ന ഇതിനെങ്ങനെ തരണം ചെയ്യാൻ സാധിക്കും? अनर्थस का विरोध कैसे करना? അനർത്ഥങ്ങളെ എങ്ങനെ മറികടക്കാം? चैतन्य महाप्रभु ने हमें ये उपाय दिया है, इसकी भी हम चर्चा कर रहे थे। ചൈതന്യ മഹാപ്രഭു നമുക്ക് തന്ന നിയമങ്ങളെ കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. हम सबके पास अनेक प्रकार की बुरी आदतें थी, നമ്മളിൽ എല്ലാവരിലും പലതരത്തിലുള്ള ദുസ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. पर हरिनाम में इतनी शक्ति है, जितने ध्यान से आप करोगे आपके जो अनर्थ हैं आस्ते आस्ते निकलते जाएंगे। എന്നാൽ ഹരിനാമത്തിൽ അത്രയേറെ ശക്തിയുണ്ട്. വളരെ ശ്രദ്ധയോടെ നമ്മൾ ജപിക്കുമ്പോൾ ക്രമേണ ക്രമേണ ഈ ദുസ്വഭാവങ്ങളെല്ലാം മാറുന്നു. रूपा गोस्वामी कहते हैं भगवान के नाम अत्यंत मीठे हैं। രൂപഗോസ്വാമി പറയുന്നു ഭഗവാന്റെ നാമങ്ങൾ അത്രയും മധുരമാണ്. पर हमारे जीव में अविद्या की बीमारी है, എന്നാൽ നമ്മുടെ നാക്കിൽ അവിദ്യ എന്ന് പറയുന്ന അസുഖമുണ്ട്. इसके लिए हमें मीठापन महसूस नहीं होता। ആ അസുഖം കാരണം നാമത്തിന്റെ മാധുര്യം നുകരാൻ സാധിക്കുന്നില്ല. अगर हम ध्यान से हरिनाम करेंगे तो ये अविद्या की बीमारी दूर हो जाएगी। എന്നാൽ വളരെ ശ്രദ്ധയോടെ ഈ നാമം ജപിച്ചു കഴിഞ്ഞാൽ ക്രമേണ ഈ അവിദ്യ എന്ന അസുഖം മാറും. आज सारे विश्व में लोग हरिनाम ले रहे हैं और कैसे हरिनाम के उच्चारण से हृदय साफ हो रहा है और असली आनंद भी साथ में अनुभव हो रहा है। എന്നാൽ ഈ ക്രമേണ ഹരിനാമം ജപിക്കുന്നത് വഴി എല്ലാവരുടെയും ദുസ്വഭാവങ്ങൾ മാറുകയും ക്രമേണ ആനന്ദം ലഭിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. आनंद बुद्धि वर्धनम हरिनाम का एक और लाभ है, असली आनंद प्राप्त होगा। ഹരിനാമത്തിന്റെ മറ്റൊരു ലാഭമാണ് യഥാർത്ഥ ആനന്ദം ലഭിക്കുക എന്ന്. तो हर समस्या का एक हल है, അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമേ ഉള്ളൂ, चैन हरे कृष्ण। ഹരേ കൃഷ്ണ ജപിക്കുക. और सब समस्या का कारण क्या है? यहाँ से जप नहीं करना। എല്ലാ ശാസ്ത്രങ്ങളും പറയുന്നതും അത് തന്നെയാണ്, ശ്രദ്ധയോടെ ജപിക്കുക എന്നുള്ളത്. One solution to all diseases, എല്ലാ അസുഖങ്ങൾക്കും ഒരേ ഒറ്റമൂലി. एक ही उपाय, यानी कि इसके लिए ये उपाय, इसके लिए दूसरा उपाय, एक ही उपाय सबके लिए। ഇത് കൂടാതെ രണ്ടാമതൊരു ഉപായമില്ല, ഒരേ ഉപായമേ ഉള്ളൂ. Okay, yeah. Next question. Srila Prabhupada ki jai, Maharaj ki jai. Which form of association is best when devotees are not available in close proximity? आजकल इंटरनेट का जमाना है, ചോദ്യം എന്ന് വെച്ചാൽ ഏത് തരം സംഘമാണ് സാധിക്കുക when അടുത്ത ഭക്തന്മാർ ഇല്ലാത്തപ്പോൾ? ഇന്ന് ഇന്റർനെറ്റിന്റെ യുഗമാണ്. ये सेल फोन इंटरनेट कभी दोष भी देती है और आपको बचा भी सकती है। ഈ സെൽഫോൺ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഒരുത്തനെ നശിപ്പിക്കാനും സാധിക്കും രക്ഷിക്കാനും സാധിക്കും. आप में से कितने भक्तों के पास स्मार्टफोन है?
എത്ര ഭക്തന്മാരുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ട്? वहां में से कितने भक्तों के स्मार्टफोन में प्रभुपाद के ग्रंथ हैं? എത്ര ഭക്തന്മാരുടെ സ്മാർട്ട് ഫോണിൽ പ്രഭുപാദിന്റെ ഗ്രന്ഥങ്ങളുണ്ട്? किसने सोचा था एक दिन आएगा कि आप सारे ग्रंथों को अपनी जेब में उठा सकोगे? ആരാണ് എപ്പോഴെങ്കിലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ പ്രഭുപാദിന്റെ എല്ലാ ഗ്രന്ഥങ്ങളും നമുക്ക് നമ്മുടെ പോക്കറ്റിൽ ഇടാമെന്ന്? आप किधर भी पढ़ सकते हो। എവിടെ ഇരുന്നാലും ഇത് വായിക്കാം. तो इंटरनेट के द्वारा अच्छी चीजें भी है, आप सारे विश्व के लेक्चर सुन सकते हो, सारे सारे विश्व की वो मूर्तियों का दर्शन ले सकते हो। ഇന്റർനെറ്റിന്റെ ചില നല്ല വശങ്ങളാണ് ഇത്. ലോകത്തുള്ള എവിടെ ഇരുന്നുള്ള ലെക്ചറുകൾ നമുക്ക് കേൾക്കാം. ലോകത്തിലെ പല ക്ഷേത്രങ്ങളിലുള്ള വിഗ്രഹങ്ങളുടെ ദർശനവും ചെയ്യാം. अगर आप ऐसे शहर में हो या कोई भी नहीं है, खाली एक दो डिवोटी है, इंटरनेट द्वारा आप सारे विश्व से कनेक्शन लगा सकते हो। നമ്മൾ അങ്ങനെ ഒരു നഗരത്തിലാണ് ഉണ്ടെന്നിരിക്കട്ടെ, അവിടെ ഒന്നോ രണ്ടോ ഭക്തന്മാർ മാത്രമേ ഉള്ളൂ എങ്കിലും ഇന്റർനെറ്റ് വഴി നമുക്ക് വിശ്വം മുഴുവനുള്ള ഭക്തന്മാരുടെ സംഘം ലഭിക്കും. ये स्मार्टफोन आपका दुश्मन भी बन सकता है। ഈ സ്മാർട്ട് ഫോൺ എന്നുള്ളത് നമ്മുടെ ശത്രുവുമാകാൻ സാധിക്കും. आप फोनोग्राफी, गंदी तस्वीरों को रखोगे, गंदी चीजों को रखोगे, ये आपके दुश्मन बन जाएंगे। വളരെ ചീത്തയായിട്ടുള്ള അശ്ലീലമായിട്ടുള്ള ചില കാര്യങ്ങൾ അതും ഈ സ്മാർട്ട് ഫോൺ വഴി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നശിച്ചു പോകും. इसका ओके Question is Hare Krishna Maharaj. Could you please share some little experiences with Srila Prabhupada regarding his instructions on book distribution and preaching? मैं प्रभुपाद को मिला था मॉन्ट्रियल में जून 1, 1968। മഹാരാജ് പറയുന്നു മഹാരാജ് ആദ്യമായിട്ട് ശില പ്രഭുപാദിനെ ദർശിച്ചത് 1968 ജൂൺ 1 മോൺട്രിയലിൽ വെച്ചായിരുന്നു. आप में से कितने भक्त हो यहाँ जो जयप्रकाश स्वामी के शिष्य हो? ഇവിടെയുള്ള എത്ര ഭക്തന്മാരാണ് ജയപതാക സ്വാമി മഹാരാജിന്റെ ശിഷ്യന്മാരായിട്ടുള്ളത്? കൈ ഉയർത്തുക. तो आपके गुरुजी और हम इकट्ठे थे 1968 से। അപ്പോ നിങ്ങളുടെ ഗുരു മഹാരാജും ഞാനും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു 1968 മുതൽ. हम दोनों एक ही मंदिर में थे। ഞങ്ങൾ രണ്ടുപേരും ഒരേ ക്ഷേത്രത്തിലായിരുന്നു. तो पापा जी की यही इच्छा थी सब सुखी बने। पापा की एक ही इच्छा थी सब सुखी बने। പ്രഭുപാദിന് ഒരേ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, എല്ലാവരും സന്തോഷവാന്മാരായിരിക്കുക. इसलिए उन्होंने ग्रंथों का अनुवाद किया। അതുകൊണ്ടാണ് ശില പ്രഭുപാദർ ഗ്രന്ഥങ്ങൾ വിവർത്തനം ചെയ്തത്. विदेश आने से पहले प्रभुपाद राधा दामोदर मंदिर वृंदावन में थे। വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നതിന് മുമ്പ് ശില പ്രഭുപാദ് വൃന്ദാവനത്തിലെ രാധാ ദാമോദർ മന്ദിരത്തിലായിരുന്നു. प्रभुपाद के पास लगभग कोई धन नहीं था उस वक्त। ശില പ്രഭുപാദിന്റെ കയ്യിൽ ഏറെക്കുറെ ഒന്നുമേ ധനം ഉണ്ടായിരുന്നില്ല. एक पुराना टाइपराइटर था, उसमें वो टाइप करते थे। അദ്ദേഹത്തിന്റെ പഴയ ഒരു ടൈപ്പ് റൈറ്റർ ഉണ്ടായിരുന്നു, അതിലാണ് അദ്ദേഹം ടൈപ്പ് ചെയ്തിരുന്നത്. फिर वो टांगा लेके मथुरा स्टेशन जाते थे। എന്നിട്ട് അദ്ദേഹം ടാങ്ക എന്നുള്ള വണ്ടി എടുത്ത് കൈവണ്ടി എടുത്ത് മഥുര സ്റ്റേഷനിലേക്ക് പോകും. केरला में टांगा है वो टांगा, और फिर किताब को लोगों से उधार लेकर छापते थे। ശില പ്രഭുപാദ് പല വ്യക്തികളിൽ നിന്നും സംഭാവന മേടിച്ചിട്ടാണ് കഴിഞ്ഞുകൂടിയിരുന്നത്. फिर उसको बांटते थे। പിന്നെ അത് പുസ്തകങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു. गर्मी में, इतनी गर्मी में അത്രയും ചൂടില് तो बाबा जी ने इतनी कठिनाई परिश्रम क्यों उठाया? ഇത്രയും കഷ്ടപ്പാടും പരിശ്രമവും പ്രഭുപാദ് ആർക്കു വേണ്ടി ചെയ്തു? क्योंकि वो चाहते थे लोगों का सुधार हो। അതിന് കാരണം ഒന്നേ ഉള്ളൂ, എല്ലാവർക്കും മംഗളം ഭവിക്കണം. कुछ एक महीने पहले मैं कुरुक्षेत्र में था। ഒരു മാസം മുമ്പ് മഹാരാജ് കുരുക്ഷേത്രത്തിലായിരുന്നു.
तो वहाँ मैंने एक भक्त से पूछा അവിടെ आप भक्त कैसे बने? അവിടെ ഒരു ഭക്തനോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ഭക്തനായി? वो कह रहा था मेरा अलमारी को रिपेयर करने का धंधा है। അദ്ദേഹം പറഞ്ഞു, എനിക്ക് അലമാരി റിപ്പയർ ചെയ്യുന്ന ജോലിയാണ്. आप समझे? मतलब किसी का ताला टूट गया, कोई टूट गया, वो अलमारी को लाता था उसके पास रिपेयर कराने को। അലമാരിയുടെ പൂട്ട് പൊട്ടി എന്തെങ്കിലും കേടുപാട് സംഭവിക്കുമ്പോൾ ആൾക്കാർ ഇദ്ദേഹത്തോട് കൊണ്ടുവന്ന് ഇദ്ദേഹം അത് ശരിയാക്കി കൊടുത്തു. तो एक आदमी अपनी अलमारी छोड़ के गया रिपेयर के लिए। അങ്ങനെ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ അലമാര ഇദ്ദേഹത്തോട് റിപ്പയർ ചെയ്യാൻ വേണ്ടി. तो इस व्यक्ति ने जब अलमारी खोली रिपेयर करने को, उसने देखा अंदर 3 किताबें थी प्रभुपाद की। അങ്ങനെ അത് റിപ്പയർ ചെയ്യാൻ വേണ്ടി അലമാര തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് 3 പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു ശീല പ്രഭുപാദ്. जो अलमारी लेके आया वो भूल गया वो किताबों को निकालने के लिए। ആ അലമാര റിപ്പയർ ചെയ്യാൻ കൊണ്ടുവന്ന ആള് ആ പുസ്തകങ്ങൾ പുറത്തെടുക്കാൻ മറന്നുപോയി. तो उसने ग्रंथों को पढ़ना शुरू किया। അങ്ങനെ ഇദ്ദേഹം ആ പുസ്തകങ്ങൾ എടുത്ത് വായിക്കാൻ തുടങ്ങി. फिर इस्कॉन के मंदिर को खोजा। അങ്ങനെ ഇസ്കോൺ ക്ഷേത്രം എവിടെയെന്ന് തേടി. फिर वो चैंटिंग की पत्नी माँ बाप पूरा खानदान डिवोटी बन गया। അങ്ങനെ ജപം നിയമങ്ങൾ എല്ലാം പാലിച്ച് പൂർണ്ണമായിട്ടും ഭക്തനായി. और कैसे हुआ? ग्रंथों के द्वारा। ഇതെങ്ങനെ സംഭവിച്ചു? ഗ്രന്ഥങ്ങൾ വഴി. ऐसे हजारों उदाहरण हैं। ഇങ്ങനെ ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ. कई बार हम लोग को लगता है कोई पढ़ता नहीं है किताबें, क्या फायदा सारा दिन धूप में खड़े होने का। ചിലപ്പോ നമുക്ക് തോന്നാറുണ്ട്, ഈ പുസ്തകങ്ങളൊന്നും ആരും വായിക്കാറില്ല, ദിവസം മുഴുവൻ ഈ വെയിലത്ത് നിന്ന് എന്ത് പ്രയോജനം? प्रयास करो। പക്ഷെ പരിശ്രമിക്കുക. ओके, नेक्स्ट आई हैव टू गो नाउ। Hare Krishna, Guru Maharaj, Dandavat Pranam. In Srimad Bhagavatam class, it is heard that without permission of Guru, if we chant extra rounds, it is considered as punya karma. Please advise about this. You chant extra round Without permission of Guru. മലയാളത്തിലെ ശ്രീമദ് ഭാഗവതം ക്ലാസ്സിൽ പരാമർശിക്കുകയുണ്ടായി, ഗുരുവിന്റെ അനുവാദം കൂടാതെ 16 കൂടുതൽ മാല ജപിക്കുകയാണെങ്കിൽ അത് പുണ്യകർമ്മമായിട്ട് കണക്കാക്കപ്പെടുമെന്ന് അതിനെക്കുറിച്ച് ദയവായിട്ട് വ്യക്തമാക്കുക. गुरु की इजाजत के बिना आप दुगना जाप भी कर सकते हो। गुरु की इजाजत के बिना आप दुगना जाप भी कर सकते हो। ഗുരുവിന്റെ അനുവാദം ഇല്ലാതെ ഇരട്ടിയും നിങ്ങൾക്ക് ജപിക്കാം. कम नहीं कर सकते। കുറയ്ക്കാൻ സാധിക്കില്ല. कम करना है तो फिर इजाजत चाहिए। കുറയ്ക്കണമെങ്കിൽ ഗുരുവിന്റെ അനുവാദം. ज्यादा करना है तो इजाजत नहीं चाहिए। കൂടുതൽ വേണമെങ്കിൽ ഗുരുവിന്റെ അനുവാദം ചോദിക്കണം. कोई अच्छा काम कर रहे हो तो इजाजत नहीं चाहिए। നല്ല കാര്യം ചോദിക്കുകയാണെങ്കിൽ അത് ചെയ്യുകയാണെങ്കിൽ അനുവാദം ആവശ്യമില്ല. बुरा काम करने जाओगे फिर इजाजत लेके जाना। ചീത്ത കാര്യം ചെയ്യുന്നതിന് മുമ്പ് അനുവാദം ചോദിച്ചു പോവുക. पापा ने जब इस्कॉन की स्थापना की उन्होंने कहा 64 माला करो। അദ്ദേഹത്തിന് നിർദ്ദേശമായിരുന്നു 64 മാല ജപിക്കുക. उस वक्त केवल अमेरिकन भक्त थे संस्था में। ആ സമയത്ത് ഭക്തന്മാരെല്ലാവരും അമേരിക്കന്മാരായിരുന്നു. उन्होंने कहा स्वामी जी वी आर अमेरिकन वी कैन नॉट डू। प्रभुपाद ने कहा ओके डू 32 राउंड्स। പ്രഭുപാദ് പറഞ്ഞു, ശരി 32 ചെയ്യുക. कई दिन उन्होंने 32 माला का प्रयास किया, പല ഭക്തന്മാരും 32 മാല ദിവസം ജപിക്കാൻ ശ്രമിച്ചു. ये भी नहीं कर पाए। എന്നാൽ അതും ചെയ്യാൻ സാധിച്ചില്ല. आके उन्होंने बोला प्रभुपाद 32 राउंड इज आल्सो डिफिकल्ट। അവസാനം അവർ പറഞ്ഞു 32 മാലയും ബുദ്ധിമുട്ടാണ്. प्रभुपाद ने कहा 16 नो लेस फाइनल। 16 ഫൈനൽ ആണ്, ഇതിൽ നിന്ന് പഠിക്കാൻ സാധിക്കില്ല. 16 से ज्यादा कर सकते हो, कम नहीं। അതുകൊണ്ട് 16 കൂടുതൽ നിങ്ങൾക്ക് ജപിക്കാം, അതിൽ കുറവ് പാടില്ല. ओके what else? Some devotees read senior Acharya's books and speak various topics before reading Srila Prabhupada's books. How to? I understand Malayalam. ചില ഭക്തന്മാര്
മുതിർന്ന പല വൈഷ്ണവ ആചാര്യന്മാരുടെയും ഗ്രന്ഥങ്ങൾ വായിക്കാറുണ്ട്, പ്രഭുപാദിന്റെ പുസ്തകങ്ങൾ വായിക്കാതെ. ഇതിനെക്കുറിച്ച് ഉപദേശിക്കാം. कभी कभी हमें लगता है प्रभुपाद के ग्रंथों में पूरा ज्ञान नहीं है, हमें दूसरे ग्रंथ पढ़ने चाहिए. ചിലപ്പോൾ നമുക്ക് തോന്നും പ്രഭുപാദിന്റെ ഗ്രന്ഥങ്ങളിൽ പൂർണ്ണമായിട്ടുള്ള ജ്ഞാനമില്ല, മറ്റ് ഗ്രന്ഥങ്ങൾ വായിക്കണം. ये गलत विचार है. ഇത് തെറ്റായിട്ടുള്ള ധാരണയാണ്. प्रभुपाद ने अनेक समय कहा, all you need to know is there in my books. പ്രഭുപാദ് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടത് എല്ലാം എന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. तो पहले प्रभुपाद के ग्रंथों को तो पढ़ो, एक बार दो बार. അതുകൊണ്ട് പ്രഭുപാദിന്റെ ഗ്രന്ഥങ്ങൾ ശ്രദ്ധയോടെ പഠിക്കുക, ഒന്നോ രണ്ടോ പ്രാവശ്യം. और जब सब ग्रंथों को पढ़ लोगे फिर इन दूसरे ग्रंथों को पढ़ना. അങ്ങനെ പ്രഭുപാദരുടെ എല്ലാ ഗ്രന്ഥങ്ങളും വായിച്ചതിന് ശേഷം പിന്നെ മറ്റ് ഗ്രന്ഥങ്ങൾ വായിക്കുക. ठीक है. So thank you very much.